ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചാഴ്ചകൾക്ക് മുമ്പ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് രേണുസുദിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രീത സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. അത് രേണു എവിടെ പോകുന്നു, എന്തിന് പോകുന്നു എന്നൊക്കെ മലയാളികൾക്ക് അറിയണം. അതല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബുകാർക്കും ചാനലുകാർക്കൊക്കെ അറിയണം, യൂട്യൂബേഴ്സിനും ചാനലുകാർക്കൊക്കെ അറിയണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വർത്തമാനമായിട്ട് വന്നു. അപ്പോൾ അതിനെ പ്രതികരിച്ചിട്ട് ഒരു ബിബിൽ സി ബിനു എന്ന് പറയുന്ന ഒരു ഊള, എവിടെ ഉള്ളവനാണെന്ന് എനിക്കറിയത്തില്ല. നിനക്ക് രേണുസുദിന് എന്താണ് പറയാൻ അധികാരം? എന്താണ് യോഗ്യത? നീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ വേറൊരു ഇതുണ്ട്, അവരുടെ പേരും കൂടി പറഞ്ഞു. അവരെ പോയി സപ്പോർട്ട് ചെയ്യാത്ത എന്താ, അല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താ എന്നൊക്കെയുള്ള രീതിയിൽ. ഞാനിവിടെ ഒരുത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ നാറിയ പരിപാടി കാണിക്കുന്ന ആരെയും ഞാൻ വിമർശിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ ബിബിൽ സി ബിനുവിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രേണുസുദിയുടെ ഒരു പുതിയ കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദുബായ് സ്വർണ്ണക്കടത്ത് കേസൊക്കെ ആയിട്ട് രേണുസുദിയുടെ ആകെ വിവാദത്തിലാണ്. അതുപോലെ തന്നെ അവിടെ പോയിട്ട് മലർന്ന് കടന്ന് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതും കൂടി ഈ ബിബിൽ സി എന്ന് പറയുന്ന ഈ ബിനു എന്ന് പറയുന്ന ഈ ഊള മനസ്സിലാക്കണം. എടാ ഊള, തനിക്ക് വിവരമില്ല. താനൊക്കെ ഈ രേണുസുദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഞരമ്പ് രോഗികളാണ്. കാരണം രേണുസുദിൻ്റെ കൈയും കാലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അല്ല അവളുടെ ശരീരം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അവളുടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അവളുടെ മുഖം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നീയൊക്കെ വെറും ഒരു ഞരമ്പ് രോഗികൾ തന്നെയാണ്. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നല്ല രീതിയിൽ നടക്കുന്ന ആളുകളൊന്നും ഇവിടെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം എത്രയോ സെലിബ്രിറ്റികൾ, എത്രയോ നടന്മാരുണ്ട്, അവരൊന്നും ആർക്കും സപ്പോർട്ട് ചെയ്യണ്ട. ഇതുപോലുള്ള ഈ ഊള ഫാൻസ്, ഈ പിന്നെ ആൽബം, ഷോർട്ട് ഫിലിമായിട്ട് നടക്കുന്ന ഇവരെ പോലുള്ളവരൊക്കെ നീയൊക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ നമുക്ക് വ്യക്തമായ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. കാരണം അതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ ഈ ഞരമ്പ് രോഗികൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും നമ്മുടെ ഇപ്പോൾ രേണുസുദിയിൽ പുതിയ വിവാദത്തിൽപ്പെട്ടിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. യൂട്യൂബിൽ കാണുന്ന പോലല്ല യൂട്യൂബർമാർ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നത്. അത് വെറും പച്ച അപരാധം എന്ന് പറയാം. അങ്ങനെ തന്നെ പറയാം, പച്ച അപരാധമാണ് അവന്മാർ കാണിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, അതെൻ്റെ പ്രൊമോഷനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിപ്പോഴും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്, അവരെന്നോട് സംസാരിക്കുന്നുണ്ട്. എനിക്കത് മതി. തരാൻ പറ്റില്ല. കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങയും പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നുണ്ട് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടുപോയിന്ന് ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിണ്ട്. എന്റെ പൊന്നോ, എന്റെ പൊന്നോ, എന്റെ പൊന്നോ, പച്ച അപരാധമാണ് കാണിക്കുന്നത്. ആര് കാണിക്കുന്നത്? ഈ യൂട്യൂബർമാർ കാണിക്കുന്നത് എന്നാണ് രേഷ്മ പി തങ്കച്ചൻ പറയുന്നത്. എന്നാ പിന്നെ എങ്ങനെ ഇരിക്കുന്നു? പൊന്നും മക്കളെ, ഇവള് തേഞ്ഞൊട്ടും എന്ന് ബിഷപ്പ് അന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. തേഞ്ഞൊട്ടുകയാണ്. നിലയ്ക്ക് എനിക്കിതിനെ കുറിച്ച് വളരെ പച്ചവെള്ളം പോലെ അറിയാം. നമ്മളൊക്കെ ഇതിൽ ഉപയോഗിക്കാം, ഇവന്മാർ ഉപയോഗിക്കും എന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇതൊക്കെ വിട്ടുപോയത്. ഞാൻ സത്യം പറയാൻ ചേച്ചിയോട്, ഞാൻ ഇപ്പോഴും ഡേറ്റിംഗ് ചെയ്ത് ജീവിക്കുന്നു. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര അവന്മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്ട്. ഈ ഒരൊറ്റ കാര്യത്തിന് ഡ്രഗ് ബിസിനസ്സും ഗോൾഡ് ബിസിനസ്സും പിന്നെ പെൺവാണിപ്പോ. ഇവള് ശരീരം വിറ്റിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കണത്. അവന്മാരും എത്ര 3 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരണത്. എന്നിട്ട് ഇവന്മാരിവിടെ കിടന്ന് ഇവളെ ഓരോ രാത്രി ഓരോരുത്തന്മാർക്കല്ല, മണിക്കൂറാണ് ഇവളെ കാശ്. ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇവളെ വിൽക്കണത്. ഇവള് ഈ കിടന്ന് നാടകം കാണിക്കുന്നുണ്ട്, ഇവളെ മുലയും മറ്റേ സാധനമൊക്കെ. ഇതൊന്നും അല്ല ഇവിടെ നടക്കണത്. അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ് ഈ സ്ത്രീ ഈ ലോകത്തിന് നാശമാണ് ഈ സ്ത്രീ. അല്ലെങ്കിൽ ഇവള് ഞാൻ മിണ്ടാതിരിക്കണം. ഇപ്പൊ ഈ പറയുന്ന ഫ്രണ്ട്സിനോട് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇവളുടെ എന്തെങ്കിലും വീഡിയോസോ ഇവളുടെ കൂടെ ഷെയർ. അപ്പൊ അവര് പറയുന്നുണ്ട് അവർക്ക് ഫാമിലിയും കാര്യങ്ങളുള്ളതാണ്. പക്ഷെ ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഞാൻ തരാം. എന്റെ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്
ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥാണ് ചേച്ചി, കള്ളത്തരമല്ല. ദൈവത്തിനാണ്, ഞാൻ പെറ്റ മക്കളാണ് സത്യം, ഇതൊന്നും കള്ളമല്ല. ഇവിടെ വരുന്നത് ഡ്രഗ് മാഫിയയും ഗോൾഡ് മാഫിയയുടെയും ഒക്കെ കൂടെ തന്നെയാണ്. പിന്നെ പോരെങ്കിൽ ശരീരം വെക്കാൻ അവിടെ നിന്ന് ബുക്കിംഗ്, അവിടെ നിന്ന് പറയുന്നതുണ്ട്. ആ വോയിസ് ഒന്നും നമുക്ക് തരത്തില്ല, കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. 15 ദിവസം ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന്. 15 ദിവസം ഇവിടെ ബുക്ക് ചെയ്ത്, അതായത് ഇവിടെ കളിക്കാൻ ആളെ കിട്ടിയാൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ, എല്ലാണ്ടൊന്നും ഇവിടെ വരത്തില്ല. അത് ഓൾറെഡി ഇവിടെ ഫിക്സ്ഡ് ആണ്. ഇനിയിപ്പോ ചേച്ചി നോക്കിക്കോ, ഇപ്പൊ അവൾ അവിടുത്തെ കൂന്തളിപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഗൾഫിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സെറ്റിലായി ഇവിടെ കിടന്ന് കൂന്തളിപ്പ് കാണിക്കാന്നുള്ളതാണ് ഇവളുടെ കാര്യം. നാട്ടിൽ പൊന്നെ ബുക്കിംഗ് ഒക്കെ വേണോ? ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വരുത്തുള്ളൂ എന്നാ പറയണേ. കാണുമായിരിക്കും. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലേ, അതിലുള്ള വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടാണ്ടോ? അത് നിങ്ങൾ ലാസ്റ്റ് വരെ കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ എന്നിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് നീ ഒന്നും കുണയടിക്കണ്ടേ. ഞാൻ നാളെ അന്ന് തന്നെ അപ്പം തന്നെ ഇവൻ ഈ കമൻറ്റ് വിട്ടപ്പം ഇവൻ്റെ പിന്നെ അടിയിൽ തന്നെ ഞാൻ തിരിച്ച് കമൻറ്റ് വിട്ടു. നീ എന്ന് എൻ്റെ ചാനലിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ കുണയടിച്ച് മെഴുകാൻ നിൽക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്നെ നിർബന്ധിക്കരുത് നിങ്ങൾ. ഞാനിതിപ്പോൾ എന്നെക്കൊണ്ട് പറയിച്ചാണ്. പക്ഷെ ഞാൻ ഈ ബിബിൽ സി ബിനു എന്ന് പറയുന്ന ഈ ഊളയുടെ വിവരം, ഈ കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയാതിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കന്ന് ഇത് കണ്ടപ്പോൾ അത്ര ദേഷ്യം വന്നുപോയി. മനസ്സിലായല്ലോ? കാര്യം അറിഞ്ഞിട്ട് പ്രതികരിക്കുക. ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റി മോശമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കുകയാണെങ്കിൽ ഓക്കെ. ഇവിടെ ഇത് അകട് മോലെ തുണിയും അഴിച്ചിട്ട് അടിക്കളിക്കുന്ന ഇവളുടെ പിന്നെ കണ്ടന്റ് എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ അതിന് നീയൊക്കെ എന്താ പ്രതികരിക്കുന്നത്? എന്താ കാരണം? എന്താ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്? അത് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പേരിലൊക്കെ വീഡിയോ പ്രതികരിക്കുന്നുണ്ട്. ചിലർ പല യൂട്യൂബേഴ്സിൻ്റെയും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പല നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായല്ലോ? ഒരു ഊളാന്ന് പറഞ്ഞ ഒരു എന്താ അവൻ്റെ പേര് എനിക്കറിയത്തില്ല, രേണു സുധീൻ്റെ സപ്പോർട്ട് ചെയ്ത് ആ കൊച്ചെന്ത് തെറ്റ് ചെയ്തു, പാവം കൊച്ചാണെന്ന് പറഞ്ഞ് അവിടെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര പഞ്ചപാവമാണ്. എന്ത് പാവമാണ് ഇവള്. അതുപോലെ തന്നെ ഇവിടെ ലോക സിസർ വലിക്കുന്ന ഒരാളാണ്, സിഗരറ്റ് വലിയുടെ ആളാന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. മനസ്സിലായല്ലോ? ഇവിടെ ഒരു സംവിധായകൻ പറയുന്നുണ്ട്, അത് ആ ലച്ചൂസ് എന്നുള്ള പെണ്ണാണോ ഇനി മറ്റേ വേറൊരു സംവിധായകൻ്റെ ഇപ്പോൾ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയി. അയാൾ പറയുന്നതാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മുടിഞ്ഞ സിഗരറ്റ് വലി എന്നുള്ളത്. അന്ന് രേണു ഇരുന്ന് മെഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ഇതിനും പോകാത്തതാണ്. എന്നോട് അയാൾ ആ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു, ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു, അങ്ങനെ കിടക്കാൻ പറഞ്ഞു. അയാളെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് ആ രംഗം ചിത്രീകരിക്കണം, ഒരു നടനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള രംഗം ചിത്രീകരിക്കണം എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞപ്പം ഞാൻ അതിനൊന്ന് എതിർത്ത് നിന്ന ആളാണ്. എന്നിട്ട് എന്താണ് ഈ രേണുസുധി ഇപ്പോഴത്തെ ഈ വിവാദത്തിൽപ്പെട്ടത്? അതിനെപ്പറ്റി എന്താ ആരും വിമർശിക്കാത്ത എന്താ? നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. ഞാൻ തന്നെ എൻ്റെ ഒരുപാട് യൂട്യൂബ് എടുത്തുകൊണ്ട് ഈ വീഡിയോ റിയാക്ഷൻ ചെയ്തു. ഇത് ഷഫീന ബീവിയുടെ ഒരു യൂട്യൂബേഴ്സ് ഉണ്ട്, ഷഫീന ബീവി, അവരുടെ ചാനലിൽ വന്ന ഒരു വോയിസ് ക്ലിപ്പാണിത്. അപ്പോൾ ഇത് അനീഷിൻ്റെ വീഡിയോ ഞാൻ കണ്ടത്, അനീഷിൻ്റെ യൂട്യൂബറുടെ വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇത് കട്ട് ചെയ്ത് എടുത്താണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങളത് നുണ പറഞ്ഞാണ്, രേണുസുധിയുടെ വീഡിയോ അല്ലെ രേണുസുധീൻ്റെ അത് നിങ്ങൾ AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയെന്ന് പറയും. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ സത്യാവസ്ഥ പറയുന്നത്. ഇതൊന്നും ആരും ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു. സത്യം പറഞ്ഞ ഇത്രയും പ്രശ്നമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവള് ഫസ്റ്റ് ദുബായിൽ വന്ന സമയത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ എല്ലാരും പബ്ലിക്കായി ഇത് മൊത്തം വൈറലായതുകൊണ്ട് ആരും ഒന്നും തരത്തില്ല, ആരും പേടിച്ചിട്ട്. അതാണ് വാസ്തവം. ഇവള് ഫസ്റ്റ് ദുബായിൽ വന്നപ്പോഴും പാപ്പിലോണിൽ വന്നപ്പോഴും സെക്കൻഡ് താമരയാണോ ചെമ്പരത്തിൽ വന്നപ്പോഴും നമുക്ക് മനസ്സിലായി, നമുക്കെന്നല്ല ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് പച്ചപ്പരമാർത്ഥങ്ങള്, ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. ചേച്ചി ധൈര്യമായിട്ട് എന്റെ ഈ വോയിസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തിനും മറ്റേ ഡ്രഗ് മാഫിയ. ഇവള് നല്ല ഒന്നാന്തര സിഗരറ്റ് വലിക്കാരി, ഡ്രഗ് അഡിക്റ്റുമാണ്, ഡ്രഗും വലിക്കുന്നുണ്ട്. ഇവള് ആണുങ്ങളെ മൊത്തം ഓൾറെഡി ക്യാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ നൈറ്റിന് ഇത്ര രൂപയാണെന്നും പറഞ്ഞിട്ട് വില പേശിയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവക്കുള്ള പൈസ ഓൾറെഡി അവന്മാർ കൊടുത്തിട്ടുണ്ടാവും. ഈ 12 ഏത് ഷോപ്പിലാണ് ഈ 10-12 ദിവസം ഇവിടെ മറ്റേ പ്രൊമോഷനോ തേങ്ങ നടക്കുന്നത്? ആര് നടത്തും? ചേച്ചിക്ക് എന്താ? ചേച്ചി ഈ വോയിസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, അതോടെ അവർക്ക് മനസ്സിലാവും ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്. അവളുടെ ഓലക്കയുടെ പ്രൊമോഷൻ മയിലാണ്. എനിക്ക് ചേരിപ്പൂരി അടിക്കാനാണ് തോന്നുന്നത്. നായിന്റെ മോളെ ചേരിപ്പൂരി അടിക്കാൻ വേറൊന്നല്ല അവളെ പ്രൊമോഷൻ. ഇവിടെ എന്ത് പ്രൊമോഷൻ? ഇവിടെ മലന്ന് കിടന്ന് കൊടുത്തിട്ട് കാശുണ്ടാക്കിയിട്ട് പോയതോ? അതാണോ അവളെ പ്രൊമോഷൻ? നായിന്റെ മോള്
എന്തായാലും കാര്യങ്ങൾ മനസ്സിലായല്ലോ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, എങ്ങോട്ടാണ് ഇത് പോകുന്നത്. ശാന്തിവിള ദിനേശേട്ടൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അന്ന് അദ്ദേഹത്തെ അപ്പൂപ്പ, ശാന്തിവിള അപ്പൂപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ വേണ്ടി വന്നു, എന്നിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ഇതാ ഇപ്പൊ ഓരോ വോയിസ്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. കേരളത്തിലല്ല, ഗൾഫിലാണ് ഇവരുടെ സ്ഥിര താവള കേന്ദ്രം. അവിടെ ഡ്രഗ്സിനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം അടിമയായിട്ട് വെറും ഈ അകലും മുരയും കാണിക്കുന്നതല്ല, അതല്ലാതെ പുറത്ത് വേറുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇത്ര റേറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ പ്ലെയിൻ കയറുന്നത്. പ്ലെയിനിൽ പോകാൻ കാശ്, അല്ലാതെ കാശ്, ഇതൊക്കെ എവിടെ നിന്നുള്ളത് അറിയണം. മനസ്സിലായില്ലേ? അല്ല വെറുതെ ഇരുന്ന് വളവിളാ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതുപോലുള്ള ഊളകൾ കമൻ്റൊക്കെ ആയിട്ട് വരും. എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരും വന്ന് കമൻ്റ് ഇടണ്ട. ഞാൻ നല്ലത് പൊളിച്ച വർത്തമാനം തന്നെ തിരിച്ചങ്ങോട്ട് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ വ്യക്തമായതിൻ്റെ ശേഷം പറയുക. അതല്ലാതെ വെറുതെ എന്തെങ്കിലും കണ്ടിട്ട് അത് അങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ വിമർശിക്കാൻ എന്താണ് പിന്നെ അധികാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ. വേറൊരു വർത്തമാനം എനിക്ക് പറയാനില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടാണല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടെ പറയാനുള്ളത്. പിന്നെ ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ ചാനലിൻ്റെ കമൻറ്റ് വന്ന് മെഴുകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, രേണുസുതി അങ്ങനെ ചെയ്യത്തില്ല. അത് അവരുടെ ഡമ്മിയാണ്. അതല്ലെങ്കിൽ അവരുടെ വേറെ ആരുടെയും അവരുടെ അതേപോലുള്ള ശരീരം എടുത്തിട്ട് ഇവരുടെ തല വെട്ടിവെച്ച് AI ക്രിയേറ്റ് ചെയ്തതാണ്, കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ പറയാനായിട്ട് ഇപ്പോൾ ഒരുപാട് ന്യായീകരണവാദികളൊക്കെ വരും. ഇപ്പോൾ ഈ രേണുസുതിനെ വിമർശിക്കുന്ന ഈ ചേച്ചി എവിടെ? ഈ ന്യായീകരണവാദി തൊഴിലാളി പ്രീത സന്തോഷം എന്ന് പറഞ്ഞ ചേച്ചി എവിടെ? നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. നിങ്ങളെന്നല്ല ഈ രേണുസുതിനെ ഇങ്ങനെ ന്യായീകരിക്കാൻ വരുന്ന ന്യായീകരണ തൊഴിലാളികളുടെ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് രേണു ശമ്പളം തന്നിട്ടാവും, അല്ല ദിവസക്കൂലിക്കാവും. ഓക്കെ, ന്യായീകരിച്ചോ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം. ഇതൊന്നും ഞാൻ നുണ പറയുന്നതല്ല. ഇത് പല യൂട്യൂബ് ചാനലിൽ നിന്നും ഞാൻ വെട്ടിയെടുത്തുണ്ടാക്കി കൊണ്ടിരുന്നതാണ്. മനസ്സിലായില്ല? കാരണം അവർക്കിത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അതുപോലുള്ള ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ചാനലുകളിൽ നിന്നൊക്കെ ഈ ഫേസ്ബുക്കിൻ്റെ ഫോളോ പേജിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ കിട്ടുന്നതാണ് ഈ വീഡിയോ ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇതൊന്നും ആരും നുണ പറയുന്നതല്ല. ഇനി സത്യാവസ്ഥ അറിയാനായിട്ട് ഇവരുടെ അവിടെ പോയി നോക്കിയാൽ തന്നെ അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? സത്യാവസ്ഥ തന്നെയാണ്. ഇതൊന്നും ആരും നുണ പറയുന്നതല്ല. ഇപ്പോൾ ഇത് രേണുസുതിനെ മോർഫ് ചെയ്തതാണ്, അങ്ങനെ മോർഫ് ചെയ്ത് ഉണ്ടാക്കിയതെന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് ആളുകൾ വരും. ആ കൊച്ചിനെ എന്തിനാണ് അങ്ങനെ ശിക്ഷിക്കുന്നത്? അതൊരു പാവമല്ലേ, പാവം പെങ്കൊച്ചല്ലേ. എനിക്ക് ഇവരുടെ വീഡിയോ ഞാൻ കണ്ടന്റ് ചെയ്യാതിരിക്കുന്നത്. ഇവർ ആ ബിഷപ്പിനെ അപമാനിച്ച അന്നും മുതൽ എനിക്ക് ഇവരോട് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ഷെഫീന ബീബിയുടെ ചാനലിൽ വന്ന വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. ഈ ഷെഫീന ബീബി അത്ര നല്ല ആളൊന്നും അല്ല, എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരും പലരെ വിമർശിക്കും. അവർക്ക് എല്ലാവരും ദേഷ്യമാണ്. മോഹൻലാലിൻ്റെ ദേഷ്യം, മമ്മൂട്ടിൻ്റെ ദേഷ്യം, പിന്നെ ഇപ്പോൾ ആരാ കാണുന്നവരെയൊക്കെ ദേഷ്യമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഇപ്പോൾ അവരുടെ ഭാഗമൊന്നും ക്ലിയർ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിപ്പോൾ അവരുടെ വോയിസ് ക്ലിപ്പ് വന്നതാണ്. അവരോട് ഏതോ സ്ത്രീ സംസാരിക്കുന്നതാണ്. ആ വോയിസ് ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. കൂടുതലും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. സബാസ്റ്റ്യൻ. ഓക്കെ.